ഹലോ ഗൈസ്, കയ്യൊക്കെ എന്താ ഇങ്ങനെ ചോന്നിരിക്കുന്നതെന്നല്ലേ? ഇതാണ് കേട്ടോ കാരണം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളെ ഫ്രിഡ്ജിലൊന്ന് പോയി നോക്കി, ചിലപ്പോൾ ഇതുപോലെ കാണാം. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപ്പേരിക്ക് എന്തോ അരിഞ്ഞപ്പം ക്വാണ്ടിറ്റി കൂടിയുണ്ട്, കഴിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചൊരു കഷ്ണമാണ്. പിന്നെ വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കണം, പിന്നെ വാങ്ങിക്കുമ്പം ഇതും കൂടെ അരിയാന്നുള്ള ലക്ഷ്യത്തിലാണ് വെക്കുന്നത്. പക്ഷേ ഗൈസ്, ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചത്ത് അങ്ങനെ വിറങ്ങലിച്ച് നിന്ന് ആരെങ്കിലും ഒന്ന് എടുത്ത് ഒഴിവാക്കുമോ എന്നുള്ള അവസ്ഥയിലാണ് ഫ്രിഡ്ജിൽ കിടക്കാറ് കേട്ടോ. അവിടെ ഇങ്ങനെ കമൻ്റ് ആക്കിക്കോ. അപ്പം നിങ്ങൾ എൻ്റെ ചുണ്ട് ശ്രദ്ധിച്ചാൽ ഞാൻ കുറച്ച് ഇത് വെച്ചിങ്ങനെ ഒരതി ഉണ്ടാക്കിയ ചുണ്ടിൻ്റെ കളറാണിത്, അല്ലാതെ ലിപ്സ്റ്റിക് ഒന്നുമല്ല. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ എന്നിപ്പം ഫ്രിഡ്ജിൽ ബീട്രൂട്ട് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടാവുമ്പോൾ അത് വെറുതെ ചത്ത് പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. വേറൊന്നല്ല, ഈ ഒരു സാധനത്തിന് നമുക്ക് ലിപ് ബാം ആക്കി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് സെറ്റാക്കാം. അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഞാനിങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് നമുക്കിനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഇതേപോലെ ഇങ്ങനെ നീരിങ്ങനെ കിട്ടും. ശരി, പുറത്തേക്കാണോ പോകുന്നത്? ക്യാമറ മുന്നിലുണ്ടായതുകൊണ്ട് പോകുന്നതൊക്കെ പുറത്തേക്കാണ് കേട്ടോ. ഇത് കുറച്ചായിട്ടുള്ളൂ, ഞാൻ മുഴുവനാക്കിയിട്ട് കാണിച്ചു കേട്ടോ. ഇത് എനിക്ക് കോൺസെൻട്രേഷൻ തരുന്നില്ല. അപ്പോൾ നമ്മൾ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ എടുത്ത് വെച്ചാൽ ഞാനത് മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെയും പകുതിയാണ് ഞാൻ എടുത്തത്. കാരണം നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് എന്താ പറയുക, അയ്യോ കുറേ ഉണ്ടല്ലോ, അത് മുഴുവൻ ഉണ്ടാക്കി വെക്കാം, അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും വെച്ചത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഗൈസ്. ഒരാഴ്ച ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്തേക്കാം. പിന്നെ നമ്മൾ എന്തായാലും വേറെ ഉണ്ടാക്കി യൂസ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ കുറേ ഉണ്ടല്ലോ, കുറേ ഉണ്ട് വെച്ചിട്ട് കുറേ വെച്ചിട്ടൊന്നും യൂസ് ആക്കരുത്, എന്ത് സാധനമായാലും. ഒന്നാമത് നമ്മൾ അങ്ങനെ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന സാധനമായിട്ട് കുറേ ഒന്നും നിൽക്കില്ല. എനിക്ക് തോന്നുന്നു ഇതന്നെ ഞാൻ ഒരാഴ്ചക്ക് കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കളറിലും വ്യത്യാസം വരും, പിന്നെ ചുണ്ടിലും ഒരു ഡ്രൈനെസ് ഒക്കെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് കുറച്ചാക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിക്കാം കേട്ടോ. വെളിച്ചെണ്ണയുടെ വില നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ അമ്മേൻ്റെ അടുത്ത് ചീത്തയൊക്കെയുള്ള വകയിലൊന്നും വെളിച്ചെണ്ണ ഇട്ടിക്കരുത്, കുറച്ച് മതി. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഓയിൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നൊന്നും നിർബന്ധമില്ല, പക്ഷേ എനിക്ക് നിർബന്ധം. പിന്നെ വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കാം. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് യൂസ് ആക്കുന്നത്, അതുകൊണ്ട് ഇത്രയൊക്കെ മതി. ഇനി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ട്, ഇതിൻ്റെ കളർ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മളെ ലിപ് ബാം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വല്ലാണ്ടൊന്നും ടൈം എടുത്തിട്ടില്ല. എനിക്ക് ഒന്നൊരു 2 ഹവറൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്പീഡൊക്കെ നമുക്ക് കൂട്ടിയൊക്കെ വെക്കാമല്ലോ. ഞാൻ ഒന്നാമത് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടി വെച്ചിരുന്നു. അപ്പം ഇപ്പോൾ കണ്ടോളൂ, ഞാൻ എൻ്റെ ചുണ്ടിലെ ആദ്യത്തെ ലിപ് ബാമൊക്കെ ഒന്ന് തുടച്ച് കാണിച്ചു തരാം. എന്നിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട് കണ്ടില്ലേ ഗൈസ്, നല്ല കളറില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഈ ഒരു കളർ എനിക്ക് സൂട്ട് ആവുന്നുണ്ട്. എന്നാൽ ലിപ് ബാം ഏകദേശം ഈ ഒരു കളറൊക്കെ തന്നെയല്ലേ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇത് ഒന്നാമത് ബീട്രൂട്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഉണ്ടാവുക. പക്ഷേ നല്ല കളർ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കുറേ ഒരു കോട്ടിങ് കൊടുക്കേണ്ടി വരും. ലൈറ്റ് കളറൊക്കെ മതിയെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ഇട്ടാൽ തന്നെ സെറ്റാണ് ഗൈസ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. അത് ബ്ലഷ് ആക്കിയിട്ട് കാണിച്ചു തരാം. ബ്ലഷ് ആക്കി ഇടുമ്പോൾ എനിക്ക് ഒന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയി തോന്നും. നമ്മൾ മൂക്കൊക്കെ ചോന്ന് ചീക്കൊക്കെ ഒന്നൊരു കളറാകുമ്പോൾ നമുക്കൊരു ഗ്ലോ, നമ്മളെ ഫേസിൽ വേറൊരു ഗ്ലോ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട സക്സസ് ആയിട്ടുള്ള, ഞാൻ ഉണ്ടാക്കിയതിലൊരു ഹോം റെമഡി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ നമുക്ക് റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റ് വേറെ ഇല്ല.